ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ലോക്ക്ഡൗണിന് ശേഷം നമ്മുടെ കേരള RTC ഒരുപാട് സർവീസുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻ്റർ സ്റ്റേറ്റ് ആയിട്ട് ഒരുപാട് സർവീസുകൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. അപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന് നമ്മുടെ ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നതിനായിട്ടും പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നതിനൊക്കെയായിട്ട് KSRTC ആണ് ആശ്രയിക്കുന്നത്. അപ്പോൾ പലപ്പോഴും പല ആളുകളുടെയും യാത്രയിലെ പ്ലാനുകൾ ലാസ്റ്റ് മൊമെൻറ്റിൽ മാറ്റങ്ങൾ വരുത്താറുണ്ട്. അപ്പോൾ നമ്മൾ KSRTC വഴി പോകുന്നതിനായിട്ട് നിങ്ങൾ ടിക്കറ്റ് റിസർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ യാത്രയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് നമുക്ക് റീഫണ്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മൾ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ റീഫണ്ടും KSRTC ഇഷ്യൂ ചെയ്യും. നമ്മൾ ക്യാൻസലേഷൻ കൊടുത്തു കഴിഞ്ഞ് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഏത് പേയ്മെൻറ്റ് മെത്തേഡ് വഴിയാണോ നിങ്ങൾ പൈസ അടച്ചിട്ടുള്ളത് ആ ഒരു മെത്തേഡ് വഴി തന്നെ നമുക്ക് ആ ഒരു എമൗണ്ട് റിട്ടേൺ ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകൾക്ക് ഈ ഒരു വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ അറിയുന്ന ആളുകളാണെങ്കിൽ യു ക്യാൻ ഇഗ്നോർ ദിസ് വീഡിയോ. അപ്പോൾ ഇതിലൊരു കുറച്ച് പോളിസി എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഒരു ക്യാൻസലേഷൻ പോളിസി എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഇത് നമുക്ക് 2-3 രീതിയിൽ ഇത് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും. അതായത് യാത്രയുടെ 24 മണിക്കൂർ മുന്നേ നമ്മൾ ഈ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 25% അവർ ക്യാൻസലേഷൻ ഫീ ആയിട്ട് പിടിക്കും. ഉദാഹരണത്തിന് നിങ്ങളുടെ ടിക്കറ്റ് ഫെയർ 1000 രൂപയാണെങ്കിൽ നിങ്ങൾ യാത്രയുടെ 24 മണിക്കൂർ മുന്നേ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ 750 രൂപയോളം നിങ്ങൾക്ക് റീഫണ്ടായിട്ട് കിട്ടും. ഇനി നിങ്ങൾ ചെയ്യുന്നത് ക്യാൻസലേഷൻ ചെയ്യുന്നത് 24 മണിക്കൂറിൻ്റെയും യാത്ര തുടങ്ങുന്നതിൻ്റെ 1 മണിക്കൂർ മുന്നേ വരെയുമാണ് ഈ ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 50% ക്യാൻസലേഷൻ ഫീ പോവും. അതായത് 1000 രൂപയുടെ ടിക്കറ്റ് ആണെങ്കിൽ 500 രൂപയാണ് നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുക. ഇനി യാത്രയുടെ 1 മണിക്കൂർ മുന്നെയാണ് നിങ്ങളിത് ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾക്കിത് ക്യാൻസലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ യാതൊരുവിധ റീഫണ്ടും കിട്ടുകയില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് KSRTCയുടെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതെന്ന് വളരെ ക്വിക്കായിട്ട് കണ്ടിട്ട് വരാം. നമുക്ക് ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്നതിനായിട്ട് ആവശ്യമായത് ഈ ഒരു ട്രാൻസാക്ഷൻ പാസ്വേഡ് ആവശ്യമാണ്. അതേപോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത സമയത്ത് വന്ന PNR നമ്പറും ആവശ്യമാണ്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഉടനെ തന്നെ ഇത് മെയിലായിട്ട് വന്നിട്ടുള്ള ഒരു ടിക്കറ്റിൽ നമ്മുടെ ഈ ഡീറ്റെയിൽസ് ഉണ്ടാവും. PNR നമ്പറും അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ പാസ്വേഡും ഉണ്ടാവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ KSRTCയുടെ വിൻഡോ ഓപ്പൺ ചെയ്യുക. വലതുവശത്തെ മുകളിൽ ക്യാൻസൽ ടിക്കറ്റ്സ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ PNR നമ്പർ നൽകേണ്ടതുണ്ട്. നേരത്തെ വന്ന മെയിലായിട്ട് വന്ന ടിക്കറ്റിൽ നമുക്ക് PNR നമ്പർ കാണാം. അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താലും മതി. അടുത്തതായിട്ട് ട്രാൻസാക്ഷൻ പാസ്വേഡാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതും നമുക്ക് വന്ന മെയിലിൽ തന്നെ കാണാനായിട്ട് സാധിക്കും നമ്മുടെ ടിക്കറ്റിൽ. അത് ട്രാൻസാക്ഷൻ പാസ്വേഡും കൊടുക്കുക. മൂന്നാമത്തെ കോളത്തിൽ നമ്മൾ നൽകേണ്ടത് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ഉപയോഗിച്ച മൊബൈൽ നമ്പറാണ്. ആ നമ്പറിൽ മാറ്റം വരാതെ ആ നമ്പർ ഇവിടെ കൊടുക്കുക. അതിനുശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് ഡീറ്റെയിൽസ് കാണാം. ഇത് നമുക്ക് പാർഷ്യലായിട്ടും ബുക്ക് ചെയ്യാം, ക്യാൻസൽ ചെയ്യാം, അതേപോലെ ഫുള്ളായിട്ടും ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ മാത്രം ക്യാൻസൽ ചെയ്താൽ മതിയെങ്കിൽ ഒരാൾ മാത്രം ടിക്ക് ചെയ്യുക. രണ്ടും ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടും ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ നമ്മൾ സബ്മിറ്റ് കൊടുക്കുക. തുടർന്ന് റീഫണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാം. ഇത് നമ്മൾ 24 മണിക്കൂർ മുന്നേ ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ട് 25% അവർ ക്യാൻസലേഷൻ ഫീ എടുക്കും. ബാക്കി വരുന്ന എമൗണ്ടാണ് 1276 ആണ് ടോട്ടൽ നമ്മുടെ ബുക്കിംഗ് എമൗണ്ട് വന്നിരുന്നത്. പക്ഷേ നമുക്കിപ്പോൾ റീഫണ്ട് കിട്ടുന്നത് 912 ആണ്. അപ്പോൾ അത് 25% ആണ് ക്യാൻസലേഷൻ ഫീ. അതിനുശേഷം നമ്മൾ ഓക്കെ കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ടിക്കറ്റ് ക്യാൻസലായി കഴിഞ്ഞു. ഒരു 2 to 3 ഡേയ്സിനുള്ളിൽ KSRTC നമുക്ക് ഈ ഒരു ക്യാൻസൽ ചെയ്ത എമൗണ്ട് നമുക്ക് റീഫണ്ടായിട്ട് നമ്മൾ ബുക്ക് ചെയ്ത പേയ്മെൻറ്റ് മെത്തേഡിലേക്ക് അയക്കുന്നതാണ്. KSRTCയുടെ ടിക്കറ്റ് ക്യാൻസലേഷനെ കുറിച്ചുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ബൈ.